ഹായ് ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ദീപാവലി സമയത്ത് നമുക്ക് രണ്ടുപേർക്കും എങ്ങനെയോ 2-3 ദിവസം ഒരുമിച്ച് ലീവ് ഉണ്ടായിട്ടോ. സോ ദാറ്റ് ഞങ്ങൾ വിചാരിച്ചു ഒരു ട്രിപ്പ് പോകാമെന്ന്. ഈ പോണ സ്ഥലത്തേക്കല്ല പ്രതീക്ഷിച്ചത്, വേറൊരു സ്ഥലത്താണ് പോകേണ്ടിയിരുന്നത്. അതിൻ്റെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ സ്ഥലത്തേക്ക് തന്നെ പോയേക്കാം. ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ടിക്കറ്റ് പോലും ഉണ്ടായിരുന്നില്ല കയ്യിൽ. നാട്ടിൽ പോയിട്ട് ബൈക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. നാട്ടിൽ പോകാൻ വേണ്ടി നമ്മളപ്പോൾ ശാന്തിനഗർ മെട്രോ പിടിച്ച് വന്നു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബസ് ഉണ്ട് നാട്ടിലോട്ട്. ടിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കയറ്റും, നമ്മൾ കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞങ്ങൾക്ക് ചോദിച്ചപ്പോഴത്തേനും ഒരു ബസ്സിലെ സ്ഥലം കിട്ടി. 2000 രൂപയാണ് കേട്ടോ അവരൊരാൾക്ക് മേടിച്ചത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ആദ്യമായിട്ടാണ് ഞാൻ ബസ്സിൽ പോണത്. ബസ്സിൽ പോകണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ പാലക്കാട് ഇറങ്ങി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ബൈക്കൊക്കെ എടുത്ത് ഒരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 1 അവർ ഉണ്ട് കോയമ്പത്തൂരിലോട്ട്. അവിടുന്ന് ഒരു 1.5-2 hours ഉണ്ട് മേട്ടുപ്പാളയം വരെ പോകാൻ. അവിടുന്ന് പിന്നെ നമ്മൾ മല കയറിയാൽ ഒരു 1.5 hour എടുക്കും. അങ്ങനെ ഏകദേശം ഒരു 4-4.5 hour ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ബൈക്കിൽ എന്തുകൊണ്ടാണ് പോകണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ കാഴ്ചകൾ കാണാനും പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മല കയറുന്നതിന് മുന്നേ മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കണ്ട മെസ്സിലാണ് കയറിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് അത്ര കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ മല കയറാൻ തുടങ്ങി കേട്ടോ. സോ ഗൈസ്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വി ആർ ഹെഡിങ് ടു ഊട്ടി. ഊട്ടിയിലോട്ട് ആഫ്റ്റർ 15 years ആണ് കേട്ടോ ഞാൻ വരുന്നത്. പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് റിസോർട്ടെല്ലാം ഇല്ലായിരുന്നു, എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ വീക്കെൻഡ് സെയിലിന് കിട്ടിയ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ജം പാർക്ക്. അതാണെന്നുണ്ടെങ്കിൽ ഈ കൂണൂർ, കേത്തി അതിൻ്റെയൊക്കെ ടോപ്പിലുള്ള പുടുമണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. സോ നമ്മൾ അവിടേക്കാണ് പോണത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര ടോപ്പിലാണ് നമ്മുടെ റിസോർട്ട് ഇരിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ പോണ വഴിക്ക് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് നല്ല കാഴ്ച കണ്ടു. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളൊരു 4:30 ആകുമ്പോൾ ഹോട്ടലിലെത്തി. 2 PM ചെക്കിന്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി, കുറച്ചധികം ലേറ്റായി. 4.5 hour യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വഴിയൊക്കെ തെറ്റി ഇടയിൽ വരുമ്പോഴത്തേന്. അതുകൊണ്ട് പിന്നെ ഒരു 5-5.5 മണിക്കൂറിൽ നമ്മൾ എത്തിയിട്ടോ. റൂമിലെത്തിയതും ഫ്രഷ് ആവണം, പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് പുറത്തു പോകണം. അതായിരുന്നു അന്നത്തെ പ്ലാൻ ഉണ്ടായിരുന്നത്. ഹോട്ടലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ. ഭയങ്കര ഒരു ലക്ഷറി വൈബ് ഉണ്ടായിരുന്നു. ഒരുപാട് ഫോറിനേഴ്സിനെ ഞാൻ അവിടെ കണ്ടു. ഇവിടെ തന്നെ സ്പായും ജിമ്മും എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരുപാട് ഹൈ ക്ലാസ് ആൾക്കാർ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ഇതെന്ന്. കാരണം എൻട്രൻസിൽ തന്നെ ഒരുപാട് ലക്ഷറി വണ്ടികൾ നമ്മൾ കണ്ടു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബുള്ളറ്റ് കൊണ്ടിട്ടപ്പോഴത്തേന് സെക്യൂരിറ്റി വരെ ചോദിച്ചു ഇന്നിവിടെ സ്റ്റേ ചെയ്യാൻ വന്നതാണോ എന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യെസ്, സ്റ്റേ ചെയ്യാൻ വന്നതാണ്, അതുകൊണ്ടാണല്ലോ ബാഗൊക്കെ ആയിട്ട് വന്നത് ഇത്രയും ദൂരം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ റൂം യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ലക്ഷറി വൈബൊന്നും വേണമെന്നില്ല കേട്ടോ. റൂമിൻ്റെ ഫെസിലിറ്റീസിനെ പറ്റി ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെൻ്റെ പ്രൊഫൈലിൽ
കയറി ഷോർട്ട് വീഡിയോയിൽ ചെക്ക് ചെയ്താൽ മതി. കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു, ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ വിചാരിച്ചു ഓക്കെ വിൽ ഗോ ടു ബൊട്ടാണിക്കൽ ഗാർഡൻ. ബൊട്ടാണിക്കൽ ഗാർഡൻ ഏകദേശം ഒരു 1 to 1.5 കിലോമീറ്റേഴ്സാണ് ഈ ഒരു ഹോട്ടലിൽ നിന്നുള്ളത് കേട്ടോ. മല ഇറങ്ങി നമ്മൾ കുറച്ച് താഴെ വരണം. ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നപ്പോൾ ഒരു പൂരപ്പറമ്പിൽ ആൾക്കാരുണ്ടായിരുന്നു. അവിടുത്തെ ടിക്കറ്റിന് 100 റുപ്പീസാണ് കേട്ടോ. ഏകദേശം ക്ലോസ് ചെയ്യാനായി. ആ ഒരു സമയത്താണ് നമ്മൾ കയറുന്നത്. കുറച്ച് നേരം നമ്മൾ അതിലൂടെയൊക്കെ നടന്നു. ഒരുപാട് ഫ്ലവേഴ്സ് ഒന്നുമില്ല, വളരെ കുറച്ച് ഫ്ലവേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും പോസ്റ്റ് ചെയ്യണ മാതിരി ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. അതുപോലെ ലോണിലിരുന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ കറങ്ങി നടന്ന്. നല്ല തിരക്കായിരുന്നു കേട്ടോ, ഒട്ടും സ്ഥലമില്ലായിരുന്നു. പിന്നെ മഴയുണ്ടാണോ എന്നറിയില്ല, ലോണിലെല്ലാം നല്ല നനവുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6-6:30 ആകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കാണുന്ന കടയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി കേട്ടോ. ഊട്ടിയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ മേടിക്കുന്ന ഒരു സാധനമാണ് ചോക്ലേറ്റ്സും. അതുപോലെ തന്നെ അവിടുത്തെ വർക്കി എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട്, അതും. അപ്പോൾ ഈ ചോക്ലേറ്റ് കടയിൽ കയറി ഒരു 120 രൂപയ്ക്കാണ് ഒരു പെട്ടി ചോക്ലേറ്റ് മേടിച്ചത്. അപ്പോൾ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇനി ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോകുമ്പോൾ ഇതിനേക്കാൾ വില കൊടുക്കേണ്ടി വരുമെന്ന്. അങ്ങനെ അവിടുന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോട്ടലിലെത്തി. ഹോട്ടലിന് ആ സമയത്ത് പുറത്തോട്ട് കാണാൻ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ അന്ന് ദീപാവലിയുടെ ടൈം ആയതുകൊണ്ട് തന്നെ പടക്കമൊക്കെ പൊട്ടുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ മെനു കാർഡ് നോക്കിയപ്പോൾ ഇതാ കിടക്കണു. എൻ്റെ അമ്മേ എന്തൊരു വിലയാണെന്നറിയോ ഓരോ ഡിഷിനും. എന്നാലും ഞങ്ങൾ ആദ്യം ഒരു സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു. ഈ ഒരു സാധനത്തിന് 812 രൂപയാണ്. അതായത് ഓരോ ചിക്കൻ പീസിനും 100 രൂപ. അതൊന്ന് ഡൈജസ്റ്റ് ആവാൻ നമ്മൾ കുറച്ച് സമയമെടുത്തു. പിന്നെ വിശപ്പ് നമുക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നാനും മട്ടനുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഫുഡൊക്കെ ഓക്കെ ആണെന്ന് പറയാം, അത്ര കൊള്ളത്തൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഡിന്നറിന് അവർക്ക് ബൊഫേ ഉണ്ടായിരുന്നു. ഒരു 1200 റുപ്പീസ് പെർ പേഴ്സൺ ആയിരുന്നു. അത് നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ഡിന്നറിന് അത്രയും ഹെവി ആയിട്ടൊന്നും ഫുഡ് കഴിക്കില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആക്ച്വലി 3 ഡിഷസ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് 2 പേരുടെ പൈസയായി കേട്ടോ. ഓക്കെ, അങ്ങനെ രാത്രി കഴിഞ്ഞു. രാവിലെ നീറ്റ് ഒരു കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലില്ലേ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അത് ടെമ്പറേച്ചർ കൺട്രോൾഡ് സ്വിമ്മിംഗ് പൂളാണ്. പക്ഷെ നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റിയില്ല. ആക്ച്വലി നമ്മൾ തലേ ദിവസം ചെക്ക് ഇൻ ചെയ്യാൻ ലേറ്റായി. 2 മണിക്ക് ചെക്ക് ഇൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഹോട്ടലിലൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഹോട്ടൽ മാത്രമല്ല കുറച്ചുകൂടി അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകുമായിരുന്നു എന്ന് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരാൻ നോക്കുക. ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഊട്ടിയിലെത്തണ മാതിരി. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു കേട്ടോ പാക്കേജിൽ. ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ലൈവ് കൗണ്ടേഴ്സിൽ ദോശയും ഇഡ്ഡലിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫുഡൊക്കെ അന്നത്തെ ദിവസം നല്ലതായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണം. ഒരു 9:30ക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇവിടുന്ന് ഒരു 4 to 5 കിലോമീറ്റേഴ്സ് പോയി കഴിഞ്ഞാൽ നമ്മൾ ദൊഡ്ഡബേട്ടെ പീക്ക് എന്ന് പറഞ്ഞൊരു പീക്കിലോട്ട് എത്തും. അവിടെ നിന്ന് നമുക്ക് കുറച്ച് വ്യൂ ആണ് കാണാനുള്ളത്. ആക്ച്വലി അവിടെ പോയിട്ട് ഒന്നും കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പോണ വഴികൾ മാത്രമാണ് എനിക്കിഷ്ടമായത്. സോ ഗൈസ്, ഇതാണ് ആ പീക്കിലോട്ടുള്ള റോഡ്. ഇങ്ങനെ 2 ഭാഗത്തും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലെത്തിയതും നമ്മൾ കാണുന്ന കാഴ്ച ഇതുപോലെ ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരെയാണ്. പണ്ട് നമ്മൾ വന്നിരുന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തതായിട്ടുള്ള ഓർമ്മയുണ്ട്. സോ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങളും ഫോട്ടോ എടുത്ത് അവർ നമുക്ക് പെൻഡ്രൈവിലും തന്നു, ഫോട്ടോയും തന്നു കേട്ടോ. 100 രൂപയാണ് അവർ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ കാണിച്ചില്ലേ, അതാണ് കേട്ടോ അവിടുത്തെ വ്യൂ. അതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാലാണ് നമുക്ക് വ്യൂ കാണാൻ പറ്റുക. കാര്യമായിട്ട് കാണാനൊന്നുമില്ല. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി വന്നു. ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുണ്ട് കേട്ടോ. ട്രിപ്പ് വന്നാൽ എൻ്റെ ഭർത്താവിന് ഒട്ടും ക്ഷമയില്ല ഗൈസ്. എല്ലായിടത്തും ഓടിപ്പോണം. പക്ഷെ ഞാനെങ്ങനെയല്ല. സോ ഗൈസ്, ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ അവസ്ഥ. ഇനി നമ്മൾ പോകാൻ പോണത് ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും കാണാനാണ്. രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അത് ഇവിടുന്ന് ഒരു 2 to 3 കിലോമീറ്റേഴ്സ് താഴോട്ട് ഇറങ്ങി വരണം. ഇതാണ് ആ കാണുന്ന ചോക്ലേറ്റ് ഫാക്ടറി. സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും ടൂർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും എൻ്റെ ഓർമ്മകളൊക്കെ ഒന്ന് അയവർത്തു. Cocoa trees flourish under the canopy of taller shade trees, creating a sustainable ecosystem. Farmers carefully harvest ripe cocoa pods by hand, ensuring the selection.
ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഊട്ടി ലേക്കായിരുന്നു. അവിടെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറേ തരം ബോട്ടിംഗ് ഉണ്ട്. അതിൽ പെഡൽ ബോട്ടിംഗ് ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. അതിൽ തന്നെ 2 പേർക്ക് ഒരു 375 രൂപയായി. ഇനി 4 പേരുണ്ടെങ്കിൽ 475 രൂപ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പെഡൽ ബോട്ടൊക്കെ ഓടിച്ചു. നല്ല റഷ് ഉണ്ടായിരുന്നു അവിടെയും. ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടുമെന്ന് വരെ വിചാരിച്ചു. ഇനി ഞങ്ങൾക്ക് ഇറങ്ങണം കേട്ടോ. ഇപ്പം ഇറങ്ങിയാലേ വൈകിട്ടാകുമ്പോഴത്തേന് നാട്ടിലോട്ട് എത്തുള്ളൂ. അങ്ങനെ ഊട്ടി ട്രിപ്പ് ഏകദേശം അവസാനിച്ചു. നല്ല വെതറായിരുന്നു അവിടെ. കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കണമെന്ന് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഊട്ടിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് വരിക. അപ്പോഴാണ് ഇവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഊട്ടിയിൽ വരുമ്പോൾ പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ടോയ് ട്രെയിൻ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അന്നത്തെ ദിവസം ട്രെയിനിന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല. ഞങ്ങൾ ഇനി തിരിച്ചു വരികയാണ്. ഇനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വീണ്ടും ഒരു ദിവസം പോകാൻ വിചാരിക്കുന്നു. സോ ഗൈസ്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു രാത്രി 6:30, 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ കൊല്ലംകോട് എത്തിട്ടോ. അത്രയും നേരം ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും ബാംഗ്ലൂർക്ക് തിരിച്ചു വന്നു.